ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഉള്ളിയും പരിപ്പുമാണ്. ഉള്ളിയും പരിപ്പും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. കുറച്ച് ചേരുവകൾ ഉണ്ടെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തുവരപ്പരിപ്പ്. അതൊരു കുക്കറിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ ഒരു പാത്രത്തിലാണെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി നമുക്ക് അരിയൊന്നും വേണ്ട, ചെറുതായിട്ട് ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ്. സവാള ഇതിനെക്കാട്ടിലും ഈ ഒരു കറിക്ക് ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ് ഉള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഒഴിക്കേണ്ട, 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഏകദേശം ആ ഒരു ഉള്ളിയും പരിപ്പും ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിലൊക്കെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അത് തന്നെയാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ്. 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായത്തിൻ്റെ പൊടിയാണ്. കായമായിട്ടാണ് ഉള്ളതെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സാമ്പാർ പൊടി ചേർത്തുകൊണ്ട് കായം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്താലൊരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. വളരെ കുറച്ച് നേരം മതി, ഒരു മിനിറ്റിൽ താഴെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാമ്പാറൊക്കെ താളിക്കുന്നത് പോലെ കുറച്ച് പുളി, ഏകദേശം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഒന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പുളിവെള്ളം കൂടി ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പരിപ്പും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഇത്രയേ ഉള്ളൂ കേട്ടോ, എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ഉള്ളിയും പരിപ്പും ചേർത്തതിന് ശേഷം ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കുക്കറിൽ തന്നെ കുറച്ചൊന്ന് വെള്ളം കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എത്രയാണോ ചാറ് വേണ്ടത് അത്ര ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം പോലെ എടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരുപാട് കുറുക്കി എടുത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം സൈസ് ചാറുള്ള ഒരു കറിയായിട്ട് നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. നമ്മൾ സാമ്പാറൊക്കെ എടുക്കുന്ന ആ ഒരു ഇതിൽ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ല രുചിയാണ് കഴിക്കാൻ. എന്തെങ്കിലും ഒരു തോരനും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു കറി നല്ലൊരു ഒഴിച്ചുകറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ എല്ലാവർക്കും ബാച്ചിലേഴ്സിനൊക്കെ പ്രത്യേകിച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.